بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين ബഹുമാനരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, കേരള സ്റ്റേറ്റ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രണ്ട് ഇവൻസുകളിൽ ഒന്നാണ് പ്രാഫ്സ് മീറ്റ്. കലാലയ ക്യാമ്പസുകളിൽ വിദ്യ നുകരുന്നതോടൊപ്പം സാമൂഹിക ബോധം നെഞ്ചേറ്റിയ, അതിനോട് താല്പര്യം പുലർത്തുന്ന ഒരു വിദ്യാർത്ഥി സമൂഹമാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാം ഗതകാല ചരിത്രം പോലെ തന്നെ ഇന്നും ലോകത്ത് ആദർശപരമായി, ആശയപരമായി ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മതമാണ്. അബ്ബാസി ഖലീഫയായ മഅ്മൂനിന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു സംഗമം. ചിന്തകന്മാർ, എഴുത്തുകാർ, കവികൾ, സാംസ്കാരിക രംഗത്തെ തലച്ചോറുകൾ സംഗമിക്കുന്ന മഅ്മൂനിന്റെ മജ്‌ലിസിൽ ഒരു ദിവസം ഒരാൾ കടന്നു വന്നു. ചർച്ചകളിലെല്ലാം ഇടപെട്ട് വളരെ ഭംഗിയായി സംസാരിച്ചു. മഅ്മൂൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ത ഇസ്രായേലിയുൻ, ഇസ്രായേലിയാണോ താങ്കൾ? വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇസ്ലാമിലേക്ക് നിങ്ങൾക്ക് വരാം. സ്വാഗതം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ലാ ദീനി ദീനു ആബാഇ, എൻ്റെ പാരമ്പര്യ മതം, അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്, അത് വിട്ടുപോരാൻ എനിക്ക് പറ്റില്ല. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും അതേ മജ്‌ലിസിൽ ഈ മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹത്തിന്റെ വേഷവും മുഖഭാവവും എല്ലാം മാറിയിട്ടുണ്ട്. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തികഞ്ഞ ഒരു മുസ്ലിം പണ്ഡിതനെ പോലെ ആധികാരികമായി മതത്തിന്റെ വിഷയങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നു. മഅ്മൂൻ ചോദിച്ചു, കഴിഞ്ഞ വർഷം ഇവിടെ കണ്ട ആളല്ലേ താങ്കൾ? പിന്നെ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു നല്ല ആർട്ടിസ്റ്റാണ്, കാലിഗ്രാഫി ആർട്ടിസ്റ്റാണ്. ഏറ്റവും നന്നായി അക്ഷരങ്ങൾ കുറിക്കാൻ സാധിക്കുന്ന, ഭംഗിയായി കലയിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഞാൻ ഈ ഒരു വർഷത്തിനിടയിൽ തൗറാത്ത്, പഴയ വേദപുസ്തകത്തെ ഞാൻ പൂർണ്ണമായും എഴുതിയുണ്ടാക്കി. അതുപോലെ ഇഞ്ചീലിനെയും ബൈബിളിനെയും ഞാൻ പൂർണ്ണമായും എഴുതി. ചില ഭാഗങ്ങൾ അതിൽ കട്ട് ചെയ്യുകയും ചിലത് എൻ്റെ വക കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ജൂതപാദ്രിമാർക്ക് മുന്നിൽ ഞാൻ തൗറാത്ത് സമർപ്പിച്ചപ്പോൾ അതിന്റെ കെട്ടും മട്ടും ഭംഗിയും കണ്ട് അവരത് വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും എനിക്ക് വലിയ തുക സമ്മാനിക്കുകയും ചെയ്തു. പിന്നീട് ഞാൻ ബൈബിൾ
വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചപ്പോൾ അതിൻ്റെയും സൗന്ദര്യം കൊണ്ട് അത് ബൈബിളിന്റെ വക്താക്കൾ വാങ്ങുകയും എനിക്ക് വലിയ ഉപഹാരങ്ങൾ തരികയും ചെയ്തു. അതിനുശേഷം ഞാൻ വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം എഴുതിയുണ്ടാക്കി. നേരത്തെ ചെയ്ത പ്രകാരം തന്നെ ഖുർആനിലും കുറച്ചു ഭാഗങ്ങൾ വിട്ടുകളയുകയും ചില ഭാഗങ്ങൾ എൻ്റെ വക കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മുസ്ലിംകൾ അത് വാങ്ങിയിട്ട് വലിയൊരു സന്തോഷ പ്രകടനം നടത്താൻ കണ്ട മാത്രയിൽ അവർ തയ്യാറായില്ല. അവരത് മറിച്ചു നോക്കി കുറച്ചു സമയങ്ങൾക്ക് ശേഷം പുസ്തകം എനിക്ക് തിരിച്ചു തരിക മാത്രമല്ല, എന്നെക്കുറിച്ചുള്ള ഒരു പരാതി കോർട്ടിൽ ഉന്നയിക്കുകയും ചെയ്തു. എന്നെ നീതിപീഠത്തിന് മുന്നിൽ ഹാജരാക്കപ്പെട്ടു. അവിടെ ഞാൻ സത്യം തുറന്നു പറഞ്ഞു. അതിൽ നിന്ന് എനിക്കൊരു ബോധ്യപ്പെട്ടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഖുർആൻ സത്യവേദ പുസ്തകമാണ്. അത് പരിവർത്തനം ചെയ്യപ്പെടുക സാധ്യമല്ല. അതിനെ സമ്പൂർണമായും മനഃപ്പാഠമാക്കുകയും അത് സൂക്ഷിച്ചു പോരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പിന്നീട് കൂടുതൽ പഠിക്കാനും അടുത്തറിയാനും എനിക്ക് സാധിച്ചു. ഞാൻ ഇന്ന് സമ്പൂർണമായ ഒരു മുസ്ലിമാണ്. ഇസ്ലാം ആദർശം കൊണ്ട്, വിശ്വാസം കൊണ്ട്, ഇസ്ലാമിന്റെ നിയമസംഹിതകൾ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു മതമാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വിന്റെ കാലത്ത് ഖുദ്സ് കീഴടക്കിയപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖുദ്സ് കീഴടക്കിയ സമയത്ത് സെഫ്രന്യൂസ് മാർപ്പാപ്പ പറഞ്ഞു, കീ തരണമെങ്കിൽ അമീറുൽ മുഅ്മിനീൻ വരണം. സേനാധിപന്റെ കയ്യിൽ ഞാൻ തരില്ല, നിങ്ങളുടെ ഭരണാധികാരി തന്നെ നേരിട്ട് വരണം. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, ഉറക്കം വരുന്നില്ലല്ലോ, ഒന്ന് ഉറക്കെ തർളിയത്ത് ചൊല്ലിയേ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് അവർ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. മദീനയിൽ നിന്ന് ഒട്ടകപ്പുറത്ത് യാത്രയായി പാലസ്തീനിലേക്ക് അടുക്കുകയാണ്. കൂടെയുള്ളവർ പറഞ്ഞു, അമീറിന്റെ ഈ കണ്ടം വെച്ച കോട്ട് ഒന്ന് മാറ്റണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഷ്ണം വെച്ച് തുന്നിയ കോട്ട് പ്രശസ്തമാണ്. നമ്മൾ വലിയൊരു മീറ്റിങ്ങിന് പോവുകയാണ്, ഇന്റർനാഷണൽ സമീറ്റിന് പോവുകയാണ്, അതുകൊണ്ട് ഈ കുപ്പായം ഒന്ന് മാറ്റണം, നല്ലൊരു കോട്ട് ഇട്ടുകൊടുത്തു. സന്തോഷപൂർവ്വം കോട്ട് വാങ്ങി ധരിച്ചു. കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ അവർ പറഞ്ഞു, എന്തോ ഒരു പൊറുതികേട്, ഇതെനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പഴയത് തന്നെ എടുത്തിട്ടു. അവിടെ ചെന്ന സമയത്ത് മാർപ്പാപ്പ പാത്രിയാർക്കീസ് നോക്കിയിട്ട് പറഞ്ഞു, ഇത് മുസ്ലിം അമീർ തന്നെയാണ്, ഇത് അമീറുൽ മുഅ്മിനീൻ തന്നെയാണ്, മുഅ്മിനീങ്ങളുടെ നേതാവാണ്. എനിക്ക് മറ്റൊരു തെളിവും ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ കോട്ട് തന്നെയാണ് എനിക്ക് തെളിവായിട്ടുള്ളത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. വേഷഭൂഷാദികൾ കൊണ്ടല്ല, ജാടകൾ കൊണ്ടല്ല, ഈമാൻ കൊണ്ട്, വിശ്വാസം കൊണ്ട്, ആദർശ വിശുദ്ധി കൊണ്ട് സമ്പന്നമായ മതത്തിന്റെ വക്താക്കളാണ് നാം എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇന്നല്ലാഹ അഅസ്സകും ബിൽ ഇസ്ലാം ഫമഹ്മാ തലബ്തുമുൽ ഇസ്സ ഫീ ഗൈരിഹി അദല്ലകുമുല്ലാഹ്. ഖലീഫ ഉമർ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാഹു തആല നിങ്ങളെ ഇസ്ലാം കൊണ്ടാണ് ഇസ്സത്താക്കിയിട്ടുള്ളത്.
മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇസ്സത്ത് നേടാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് നിന്ദ്യത മാത്രമേ നൽകുകയുള്ളൂ. അധപ്പതനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു, യഖൂലൂന ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹുവിനാണ് പ്രതാപം, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് പ്രതാപം, മുഅ്മിനീങ്ങൾക്കാണ് ലോകത്ത് പ്രതാപമുള്ളത്. കപടവിശ്വാസികൾക്ക് പക്ഷേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇസ്ലാം കൊണ്ട് അഭിമാനം കൊള്ളുക, ഇസ്ലാം കൊണ്ട് അഭിമാനം കൊള്ളുന്ന മുസ്ലിമിനെ അമുസ്ലിങ്ങൾ ആദരിക്കുന്നു. അവർ ബഹുമാനത്തോടുകൂടി കാണുന്നു. ശ്രീ സുരേന്ദ്രൻ അവർകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിച്ച ആധ്യാത്മിക പുരുഷന്മാർ ഈ നാട്ടിൽ ജീവിച്ചപ്പോൾ ഇവിടെ കലഹങ്ങൾ ഉണ്ടായിട്ടില്ല, ഇവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ല. മതം ഇസ്ലാം അല്ലെങ്കിലും മുസ്ലിം പണ്ഡിതനെ, മുസ്ലിമായി ജീവിക്കുന്ന ഏതൊരാളെയും അഭിമാനത്തോടെ ആദരിക്കാൻ മറ്റുള്ളവർ തയ്യാറായിരുന്നു. മമ്പുറം തങ്ങളുടെയും ഉമറുൽ ഖാദി തങ്ങളുടെയും ടിപ്പു സുൽത്താന്റെയും ചരിത്രം അതാണ് ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. നാം മുസ്ലിമായി ജീവിക്കുന്നവരാണ്. ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം തോന്നുന്നുണ്ടെങ്കിൽ അവൻ പരിപൂർണമായൊരു മുസ്ലിം ആകുന്നില്ല. അവൻ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യാനും സാധിക്കുകയില്ല. ഇസ്ലാം കൈമാറിയിട്ടുള്ളത് ജീവിത വിശുദ്ധിയിലൂടെയും സ്വഭാവ മഹിമയിലൂടെയുമാണ്. പകർന്നുകൊടുത്തത് വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെയാണ്. ആ ഒരു പകർപ്പ് പോലെ ഇസ്ലാമിനെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ മറ്റൊരു സാങ്കേതിക വിദ്യയ്ക്കും സാധിച്ചിട്ടില്ല. ഇന്നലെ കണ്ടില്ലേ നമ്മള് വേൾഡ് പ്രശസ്തമായ വസ്ത്രനിർമ്മാണ കമ്പനി നീക്കെ അവർ സ്പോർട്സ് ഹിജാബ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വസ്ത്രം വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. സ്പോർട്സ് ഹിജാബ്. അപ്പൊ ഹിജാബ് വേണം. മൾട്ടിനാഷണൽ കമ്പനികൾ പോലും ഹിജാബ് അംഗീകരിച്ചു വരികയാണ്. അമേരിക്കൻ സെനറ്റിൽ ഹിജാബ് ധരിക്കാൻ അംഗീകാരം കൊടുത്തു. ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ സ്ഥാനത്തിന്, ഇസ്ലാമിക വേഷത്തിന് ലോകം വിശുദ്ധി കൽപ്പിച്ചു. നാം ക്യാമ്പസുകളിൽ ജീവിക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെടുന്ന ഇസ്ലാം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ചട്ടക്കൂട്ടിൽ ജീവിക്കുമ്പോൾ ചില പരിമിതികൾ അല്ല, അത് നിയന്ത്രണങ്ങൾ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ നിയന്ത്രണങ്ങളാണ്. പെണ്ണിന് കൊടുത്ത സ്വാതന്ത്ര്യത്തെ പെണ്ണിനെ അടക്കിയൊതുക്കലാണ് എന്ന് വായിക്കുന്നവർ, പെണ്ണിന്റെ നൈസർഗികമായ സ്വഭാവം മാറ്റിവെച്ച് പുരുഷന്മാർക്കിടയിൽ ഇടകലരാൻ വേണ്ടി അവർ വരണം എന്ന് നിർബന്ധിക്കുന്നവർ യഥാർത്ഥത്തിൽ പെണ്ണിനെ ദ്രോഹിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായി വിഹരിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ മേഖലയിൽ തന്നെ കൊടുക്കണം. പുരുഷനും സ്വതന്ത്രമായി വിഹരിക്കാൻ പറ്റില്ല. ജീവിതത്തിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതാണ് ഇസ്ലാം. എന്തായാലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മുസ്ലിം എഴുന്നേറ്റ് വൃത്തിയായി പ്രാർത്ഥന നടത്തിയേ പറ്റൂ. ഐച്ഛികമല്ല, അത് നിർബന്ധിതമാണ്. സുബ്ഹിയുടെ മുമ്പ് എഴുന്നേറ്റ് ശുദ്ധി വരുത്തി പ്രാർത്ഥന നടത്തുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യവും ബുദ്ധിശക്തിയും
ഉത്സാഹവും മാനസികമായ സന്തോഷവും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. സുബ്ഹി നിസ്കാരം നിർവഹിക്കാം, പക്ഷേ ളുഹ്ർ നിസ്കാരം എങ്ങനെ നിർവഹിക്കും എന്ന ഒരു പ്രശ്നമുണ്ട്. ക്ലാസ്സിലിരിക്കുന്നത് മുഴുവനും മറ്റ് മതക്കാരോ മതമില്ലാത്തവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാംസ്കാരിക സ്വഭാവമുള്ളവരോ. ഒരിക്കലും നിസ്കരിക്കാൻ പോകുന്ന ഒരു മുസ്ലിമിനെ തീവ്രവാദിയായി ആരും കാണുകയില്ല. ഇസ്ലാം സമൂഹത്തിന് നന്മ കൊടുക്കാൻ വേണ്ടിയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടി മുസ്ലിം പബ്ലിക്കിൽ പോകുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കണം, മീശ വെട്ടിയൊതുക്കണം, താടി നന്നാക്കണം, നേരത്തെ പരാമർശിക്കപ്പെട്ട പോലുള്ള കാടൻ വേഷവിധാനങ്ങൾ മുസ്ലിമിന് പാടില്ല. കണ്ടാൽ തന്നെ അവനൊരു ചിട്ടയുണ്ട് എന്ന് തോന്നണം. അങ്ങനെയുള്ളൊരു മുസ്ലിമിനെ എല്ലാവരും സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇസ്ലാമിക വേഷത്തിനെ താത്വികമായി എതിർക്കുന്നവര് പ്രാക്ടിക്കലായി അംഗീകരിക്കുകയാണ്. സ്ത്രീകളുടെ കൂടെ മെഹ്റം വേണം, സ്ത്രീ സ്വന്തം പുറത്തു പോകാൻ പാടില്ല എന്ന് ഇസ്ലാം പറയുമ്പോൾ അത് കാടത്വമായി കാണുന്നു. സിനിമാ നടിയെ ആക്രമിക്കപ്പെട്ടപ്പോൾ അമ്മ തന്നെ പറയുന്നു പെണ്ണ് മെഹ്റമില്ലാതെ പുറത്തു പോകരുതെന്ന്. മേനക ഗാന്ധി പറയുന്നു വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികളെ പുറത്ത് കാണാൻ പാടില്ലെന്ന്. യേശുദാസ് പറയുന്നു പെൺകുട്ടികളുടെ മോശമായ വസ്ത്രധാരണമാണ് അവർക്ക് പീഡനത്തിന് കാരണമാകുന്നതെന്ന്. പ്രാക്ടിക്കൽ ലോകത്ത് മതത്തിന്റെ നിയമങ്ങളെ എല്ലാവരും അംഗീകരിക്കുന്നു. താത്വികമായി പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ അവർക്ക് മനസ്സ് വരുന്നില്ല. ക്യാമ്പസുകളിൽ ഒരു മുസ്ലിം ജീവിക്കേണ്ടത് അവിടുത്തെ എല്ലാ ഹലാലായ മുഴുവൻ വിഷയങ്ങളിലും മികവോടുകൂടിയാണ്. പഠനത്തിൽ നാം ഏറ്റവും മുന്നിലായിരിക്കണം. പഠനത്തിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരാള് നല്ല താടിയും തൊപ്പിയും വെച്ച് സൂഫിയായി നടന്നുകൊണ്ട് അത് ഈ മതത്തിന് ദുഷ്പേരാണ് ഉണ്ടാക്കുക. ആ ബാക്ക്വേർഡ് മെമ്പർ അദ്ദേഹമല്ലേ മുസ്ലിം എന്ന് ചോദിക്കും. പഠനത്തിൽ നാം ഏറ്റവും മുന്നിലായിരിക്കണം. സ്പോർട്സിൽ നാം ഏറ്റവും മുന്നിലായിരിക്കണം. നല്ല ആർട്സ് സാംസ്കാരിക കലകളിൽ നാം അതിൽ ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സ് ആയിരിക്കണം. കലാലയത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് നാം ആയിരിക്കണം. അവിടെ ഹരിതവൽക്കരണം നടത്തുന്നതിനും ക്യാമ്പസ് വൃത്തിയാക്കുന്നതിനും സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ക്യാമ്പസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഒരു നല്ല മുസ്ലിമായി ജീവിക്കുന്നതിനെ നല്ലതായി മാത്രമേ ആളുകൾ നോക്കിക്കാണുകയുള്ളൂ. ഇസ്ലാമിനെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അറിയാൻ സാധിക്കുക എന്നാണ് എൻ്റെ തൊട്ടുമുമ്പുള്ള പ്രഭാഷണത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞു കുട്ടിക്കാലത്ത് നാട്ടിൽ ഇസ്ലാമിനെ കാണാൻ റമദാൻ മാസമേ ഇസ്ലാമിനെ കാണാൻ കഴിയുള്ളൂ. അന്ന് സാധാരണയായി പുറത്ത് ഭക്ഷണം കഴിക്കുന്ന മുസ്ലിംകളാരെയും ഭക്ഷണം കഴിക്കുന്നത് കാണില്ല. അപ്പൊ ഒരു മാറ്റമുണ്ട്. അവിടെ മതത്തിന്റെ ചില കാര്യങ്ങൾ പ്രകടമായി കാണുന്നുണ്ട്. ലൈലത്തുൽ ഖദറിന് അപ്പം ചുട്ട് അന്യ സുഹൃത്തുക്കളെ സൽക്കരിക്കുമ്പോൾ അതിലാ സൗഹാർദ്ദം, തനിക്ക് ആത്മീയതയുണ്ടാകാൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്ന മുസ്ലിമിന്റെ ഘടകം. ഇത് ക്യാമ്പസുകളിൽ ജീവിക്കുന്ന നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ നോക്കിയിട്ടൊരു മുസ്ലിമിനെ അവർക്ക് വായിക്കാൻ സാധിക്കണം. 5 നേരത്തെ നിസ്കാരവും റമദാൻ മാസത്തിലെ നോമ്പും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദിക്റും സ്വലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കുകയോ തസ്ബീഹ് മറിച്ചുകൊണ്ടിരിക്കുകയോ അല്ല. മുസ്ലിം എന്ന് പറയുന്ന ഇസ്ലാം ഈസ് ഡീലിംഗ് അദ്ദീനു അൽ മുആമല. ഇസ്ലാം എന്ന് പറയുന്നത് മുആമലത്താണ്. യു ആർ ഡീലിംഗ് വിത്ത് യുവർ ഫ്രണ്ട്സ്. മറ്റുള്ളവരുമായുള്ള നിന്റെ സഹവാസമാണ്, പെരുമാറ്റമാണ്, നിന്റെ ഇടപെടലുകളാണ്, വ്യവഹാരമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അവിടെ
മതം നോക്കാതെ ജാതി നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് അവരെ പഠിക്കാനും പഠിപ്പിക്കാനും സഹായിക്കുന്ന, ആർക്കും ശല്യമാകാത്ത, പുകവലിക്കാത്ത, മയക്കുമരുന്നിന്റെ അധിനിവേശത്തെ ചെറുക്കുന്ന, നന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരാളായി ജീവിക്കുമ്പോൾ എല്ലാവരും ഈ മനുഷ്യനെ കാണുന്നത് ഇസ്ലാമിന്റെ പ്രതിനിധിയായിട്ടാണ്. അങ്ങനെയുള്ളൊരു നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക എന്നതാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. മുസ്ലിംകൾക്ക് പഠിക്കാൻ മുസ്ലിം ക്യാമ്പസ് എന്നുള്ള ഒരു സ്വഭാവത്തെ ഒരിക്കലും നാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന, ഏത് സാഹചര്യത്തിനിടയിലും ജീവിക്കാൻ കഴിയുന്ന, ബോംബെയിലെ ചുവന്ന തെരുവിൽ പാൻ കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാർ ജീവിതത്തിൽ ഒരിക്കലും അവിടുത്തെ പരിസരത്തുള്ള റൂമുകളിലേക്ക് കയറിപ്പോയിട്ടില്ല. 5 നേരം വാങ്ങിക്കൊടുക്കുമ്പോൾ മസ്ജിദിൽ ചെന്ന് നിസ്കരിക്കുന്നു. പണ്ടാരോ സ്ഥാപിച്ചുപോയ അവിടെയുള്ള ഒരു കച്ചവടം തന്റെ വരുമാനത്തിന്റെ മാർഗമായി പാരമ്പര്യമായി കിട്ടിയതാണ്. അതൊഴിവാക്കിപ്പോയാൽ തന്റെ വരുമാനത്തിന്റെ മാർഗമില്ല. അവിടെ കച്ചവടം നടത്തുന്ന ചെറിയ, ബോംബെയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, ബോംബെ ചെറിയ ബീഡിക്കടകൾ എന്നവർ പറയുന്ന ഷോപ്പുകൾ. അതേസമയം ജീവിക്കുന്നത് നല്ല പരിസരത്തിലാണ്. അതിനിടയിൽ വെച്ച് മയക്കുമരുന്നിന്റെയും വേണ്ടാവൃത്തികളെയും അടിമകളായി കഴിയുന്നവർ. ഇവിടെ ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഹിദായത്ത് തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് 5 നേരത്തെ നിസ്കാരത്തിലുള്ളത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന, അത് തനിച്ചു ചോദിക്കുന്നതിനേക്കാളേറെ കൂട്ടമായി ചോദിച്ച്, ജമാഅത്തുകളിൽ സംബന്ധിച്ച് അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ച് ഹൃദയത്തെ പ്രകാശിപ്പിച്ച ഒരാൾക്ക് എത്ര മലീമസമായ ഒരു അന്തരീക്ഷത്തിലും അതിനിടയിലും നല്ലൊരു മുത്തഖിയായി ജീവിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാമ്പസിലാണ്, ഒരു ക്യാമ്പസിലാണ് അപ്പുറത്തിരിക്കുന്നത് പെൺകുട്ടികളാണ്. തന്റെ മനസ്സിനെ അതൊരിക്കലും ബാധിക്കുകയില്ല. അല്ലെങ്കിൽ കലാലയത്തിൽ പലതരത്തിലുള്ള ഫൈൻ ആർട്സുകളും പ്രോഗ്രാമുകളും നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുകയില്ല. അങ്ങനെയുള്ളൊരു ഈമാനിന്റെ കരുത്താണ് നമ്മെ ഒരു മുഅ്മിനായി ജീവിപ്പിക്കാൻ സഹായിക്കുന്നത്. കള്ളം പറയാത്ത, പരദൂഷണം പറയാത്ത, ഏഷണി ഉണ്ടാക്കാത്ത, മറ്റുള്ളവരെ യാതൊരു നിലക്കും ദ്രോഹിക്കാത്ത ഒരാളായി, വളരെ മലീമസമായ, വളരെ മോശമായ അന്തരീക്ഷമുള്ളൊരു ക്യാമ്പസിൽ കഴിയുക എന്ന് പറയുന്നതാണ് തനിക്ക് വേണ്ടി മാത്രം രൂപപ്പെടുത്തപ്പെട്ട യാതൊരു വിപത്തുകൾക്കും അവസരങ്ങളില്ലാത്ത ക്യാമ്പസിൽ കഴിയുന്നതിനേക്കാൾ വലിയ ഈമാൻ എന്ന് പറയുന്നത്. പഠനത്തിന് വേണ്ടി ത്യാഗം സഹിക്കണം. കലാലയങ്ങൾ കലുഷിതമാകുന്നത് എങ്ങനെയാണ്? Empty mind is the workshop of devil. പണിയില്ലാത്തവന്റെ തലയിൽ പിശാച് പണിയെടുക്കും. വിദ്യാർത്ഥി ഒരിക്കലും പണിയില്ലാത്ത ഘട്ടം ഉണ്ടാകരുത്. പഠന പര്യവേക്ഷണ മേഖലയിലൂടെ മുന്നോട്ട് നീങ്ങുന്നവർക്ക് എവിടെയാണ് ഒഴിവു സമയം? ഇമാം മുഹീദ്ദീൻ നവവി റളിയല്ലാഹു അൻഹു തന്റെ പഠനത്തിലും അധ്യാപനത്തിലും വിവാഹം കഴിക്കാൻ മറന്നുപോയി. ഭക്ഷണം അവർക്കൊരിക്കലും അവരുടെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നില്ല. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയും, 4 വർഷം അസ്ഹറിൽ പഠിക്കുമ്പോ 4 വർഷം വെറും ചോറും പരിപ്പും മാത്രം കിട്ടിയിട്ട് എപ്പോഴെങ്കിലും ഒരു ഇറച്ചി കഷ്ണം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം ഒരാളുടെ വീട്ടിൽ മൗലിദിനെ ക്ഷണിച്ചിട്ട് രാത്രി പാതിര വരെ നിന്നിട്ട് അവസാനം ഒരു ചെറിയ കഷ്ണം ഇറച്ചി കിട്ടി. അത് തന്നെ കടിച്ചാൽ മുറിയാത്ത, വലിച്ചാൽ വലിയുന്ന തരത്തിലുള്ള ഒരു മാംസ കഷ്ണമായിരുന്നു. പരുക്കൻ ജീവിതത്തിലൂടെ, വളരെ കഷ്ടപ്പെട്ട ജീവിതത്തിലൂടെ വിദ്യ നേടുന്നതിന് വേണ്ടി എത്രയും അധ്വാനിക്കുക, പട്ടിണി കിടക്കാനും തണുപ്പ് സഹിക്കാനും
ചൂട് സഹിക്കാനും എന്ത് പരിസരങ്ങളിൽ നിന്നുകൊണ്ടും ഇൽമ് നുകരുന്നതിന് വേണ്ടി, വിജ്ഞാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പ്രവർത്തനത്തെ അത് സന്തോഷമാക്കിയെടുത്തൊരു വിദ്യാർത്ഥിയിൽ നിന്നൊരിക്കലും തന്നെ കലഹം ഉണ്ടാവുകയില്ല. അതിനവർക്ക് സമയം വരുന്നില്ല. ഉയർന്നു വരുന്ന കലാലയ ക്യാമ്പസുകളിൽ അവിടെ ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷം ആവശ്യമില്ല. നിങ്ങളിൽ ഒരാളുടെ ഒറ്റ ജീവിതം കൊണ്ട് മുഴുവൻ ആളുകളുടെയും നന്മയിലേക്ക് ചിന്തിപ്പിക്കാൻ. ഇദ്ദേഹം എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ആളാണ്, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്, ആരെയും പഠിപ്പ് മുടക്കാത്തവനാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ പഠിപ്പ് നാം മുടക്കരുത് എന്ന് മറ്റുള്ളവർ മുഴുവനും ചിന്തിക്കുന്ന എല്ലാവർക്കും വേണ്ടപ്പെട്ടവരായി നമ്മൾ മാറണം. സ്റ്റുഡൻസിന്, പഠിതാക്കൾക്ക് വലിയ മഹത്വമാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് സഫ്വാൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് വരികയാണ്. ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി വരികയാണ്. മർഹബൻ ബിത്താലിബിൽ ഇൽം, വെൽക്കം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചു. അല്ലാഹു തആല മാലാഖമാരെ വിജ്ഞാനം പഠിക്കുന്നവർക്ക് സംരക്ഷണത്തിന് വേണ്ടി ചിറക് വിടർത്തി കൊടുക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വചനത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ജീവിക്കുന്നൊരു മുസ്ലിമായി മാറുകയാണ് നാം വേണ്ടത്. അഭിമാനം കൊള്ളാമല്ലോ നമുക്ക്. ലോകത്ത് ഇസ്ലാമിനെ പോലെ സംസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ മറ്റു മതങ്ങൾ? മിസ്വാക്ക് ചെയ്യുക എന്ന, ബ്രഷ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സുന്നത്ത് ഇവിടെ ആരാണ് പഠിപ്പിച്ചത്? ഇസ്ലാം ചർച്ച ചെയ്തതുപോലെ ഒരു മിസ്വാക്കിന്റെ സുന്നത്തിനെ ചർച്ച ചെയ്യുന്നത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ 20 പേജാണ്. എത്ര സമയങ്ങളിൽ എപ്പോഴെല്ലാം മിസ്വാക്ക് ചെയ്യണമെന്ന്, അത് വൃക്ഷശിഖരം കൊണ്ടാകണം, സുഗന്ധമുള്ളത് കൊണ്ടാവണം, പച്ചയായിരിക്കണം, അതിനിത്ര വലുപ്പമേ പാടുള്ളൂ, ഏത് വിരൽ കൊണ്ടാണ് പിടിക്കേണ്ടത്, എവിടെ വെച്ച് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ജീവിതത്തിലുടനീളം ഏറ്റവും മനുഷ്യൻ വിശുദ്ധി ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം മുസ്ലിമിനത് ഇബാദത്താണ്. അങ്ങനെ എടുത്താൽ മറ്റെല്ലാ സുന്നത്തുകളും ആ രൂപത്തിൽ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. മൂത്രമൊഴിച്ചാൽ ശരീരത്തിൽ തെറിക്കരുത്, അത് കഴുകി വൃത്തിയാക്കണം, ആ ഇടം ശുദ്ധിയായി പോകണം. ഇത് മതത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചിട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഗോമൂത്രം ഔഷധമായും ഭക്ഷണമായും വിതരണം ചെയ്ത് മനുഷ്യരെ മുഴുവനും എങ്ങോട്ടോ നയിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ഒരു കരുത്തുറ്റ പാറയുടെ മുകളിൽ 4 ദിവസം തുടർച്ചയായി മൂത്രമൊഴിച്ചാൽ പാറ ദ്രവിക്കുന്നത് കാണാം. മാലിന്യം, നജസ്, വിഷം, പോയ്സൺ അടങ്ങിയിട്ടുള്ള അത് ശുദ്ധിയാക്കണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം. പക്ഷെ ഇന്ന് സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവില്ല. പല സ്ഥലങ്ങളിലും അതിനെ ശുദ്ധിയാക്കാൻ പറ്റിയ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക്കിൽ, റോട്ടിൽ എവിടെയെങ്കിലും പോയി മനുഷ്യൻ വിസർജിക്കുന്ന ഒരു ഗതികേടാണുള്ളത്. പരസ്യ വിസർജന വിമുക്ത സംസ്ഥാനമായി ആദ്യമായി നമ്മളിപ്പോ എടുത്ത് പ്രഖ്യാപിച്ചതാണല്ലോ. നമ്മുടെ സാംസ്കാരിക വളർച്ചയുടെ മികവ് നമുക്ക് മനസ്സിലാക്കാൻ അത്രയും മതി. അവിടെ മുസ്ലിം മറയില്ലാതെയും വ്യക്തമായ ഒരു അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ടൊരു സ്ഥലം, തെറിക്കാത്ത സ്ഥലത്ത് വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്ന മുസ്ലിമിന്റെ ഒരു വിശുദ്ധി മറ്റുള്ളവർ കണ്ടുപിടിക്കുമ്പോൾ ഈ നാട്ടിൽ സംസ്കാരം വളർന്നു ഉയരും. ഇസ്ലാം മാധ്യമ സ്വഭാവമുള്ള ഒരു സമൂഹമായിട്ടാണ് നിങ്ങളെ പടച്ചതെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. തീവ്രവാദത്തിന്റെയും ഉദാരവാദത്തിന്റെയും ഇടയിൽ തീവ്രവാദത്തിന്റെ ആളുകളായി മാറാൻ പാടില്ല. ഞാൻ പിടിച്ചതിന് എന്റെ മതം എങ്ങനെയും അടിച്ചേൽപ്പിക്കുമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, അത് ഇസ്ലാമിൻ്റെതല്ല, അത് ലോകത്തിന് ആപത്താണ്. എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് അത് കേവലം ചില ധാരണകൾ മാത്രമാണ്, ജീവിതം തനിക്ക് തോന്നിയതുപോലെ ആകാം എന്ന് പറയുന്ന സ്വഭാവവും പാടില്ല. രണ്ടിനും ഇടയിൽ ഒരു വസതിയായ സ്വഭാവം മനുഷ്യന് വേണം. വസത് എന്ന് പറഞ്ഞ അറബി പദത്തിന് മിഡിൽ എന്ന പോലെ ഉച്ചിയിൽ നിൽക്കുന്ന ഒരർത്ഥമാണുള്ളത്, ഒരു കുന്നിനു മുകളിൽ. അപ്പൊ ഇസ്ലാം പ്രശോഭിച്ചു നിൽക്കണം, മറ്റുള്ളവർക്കിടയിൽ തെളിഞ്ഞു നിൽക്കണം. എന്നാൽ അത് മിതമായ സ്വഭാവത്തിന്റെ
ആ ഒരു ഇസ്ലാം പുറത്ത് കാണിച്ചിട്ടുള്ള സ്വഭാവം നമുക്കുണ്ടാകണം. മുസ്ലിം ജീവിക്കുമ്പോൾ എന്താണ് അവിടെ കാണുക? ലോകത്തിന് തന്നെ വെളിച്ചം വീശിയ കൊർഡോബ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള നിരവധി യൂണിവേഴ്സിറ്റികൾ ഉൾക്കൊള്ളുന്ന സ്പെയിൻ, ലോകത്തിന് തന്നെ ഒരു കാലത്ത് വിജ്ഞാനം പഠിപ്പിച്ച സ്ഥാപനങ്ങൾ. യൂറോപ്യന്മാർ ആദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് AD 1900-കളിലാണ്. അതിന്റെ 200 വർഷം മുമ്പ്, അതിന്റെ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒട്ടേറെ യൂണിവേഴ്സിറ്റികൾ മുസ്ലിങ്ങൾ ലോകത്ത് സ്ഥാപിച്ചിരുന്നു. മൊറോക്കോയിലെ ഫാസിൽ ജാമിയത്തുൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റി, തുനീസിലെ സൈത്തൂന യൂണിവേഴ്സിറ്റി, അതേപ്രകാരം ഖുർത്തുബ, ജാമിയത്തുൽ അസ്ഹർ, ഇങ്ങനെ ലോകത്തിന് സർവകലകളും പഠിപ്പിച്ചിരുന്ന സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ട ഒരു മതത്തിന്റെ വക്താക്കൾ അഭിമാനപൂർവ്വം മറ്റുള്ളവർക്കിടയിൽ ജീവിക്കാനും ആ ഒരു പാരമ്പര്യത്തെ ഉൾക്കൊണ്ട് വരും തലമുറയ്ക്ക് ഈ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഭാരതത്തിന്റെ ഭാവി മനോഹരമാക്കാൻ എന്ന ചിന്തയോടുകൂടി പഠിക്കുന്ന സബ്ജക്റ്റ് ഏതായിരുന്നാലും അതിൽ വളരെ ഡീപ്പായിട്ട് പഠിച്ച് മുന്നോട്ട് പോകും. സ്പെയിൻ യൂറോപ്യൻ രാഷ്ട്രമാണ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാഷ അറബിയായിരുന്നു, വേഷം അറബിയായിരുന്നു, അറബ്യൻ സംസ്കാരം അവിടെ വ്യാപിച്ചിരുന്നു. ക്യാമ്പസുകളിലെ ജീവിതത്തിനിടയിൽ മുസ്ലിമിന്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് ലോകത്തിനിടയിൽ ഒരിക്കലും ഇന്നും ഇസ്ലാമിനെ തമസ്കരിക്കാൻ വേണ്ടി, കുഴിച്ചുമൂടാൻ വേണ്ടി, ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ പോലും സ്പെയിനിന്റെയും മറ്റും പ്രതാപകാലത്തെ മുസ്ലിംകളുടെ മികവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരിക്കലും മറച്ചുവെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എന്തെങ്കിലും തെറ്റുകൾ അത് നമ്മുടെ മതത്തെ മോശമായി ചിത്രീകരിക്കപ്പെടും എന്നുള്ള ഒരു കാര്യം നാം മനസ്സിലാക്കണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുആവിയത്ത് ഇബ്നു അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് റോം പ്രദേശത്ത് ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിക്കണം എന്ന നിർദ്ദേശം നൽകിയ സമയത്ത് ആ റോമിന്റെ ഗവർണറായി നിയമിക്കാൻ വേണ്ടി അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് അസ്സഹമി റളിയല്ലാഹു അൻഹുവിനെയാണ് നിർദ്ദേശിച്ചിരുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘം റോമിന്റെ ഭാഗത്തേക്ക് നീങ്ങി. ഹിറക്കലിന്റെ സൈന്യം അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും പിടികൂടി ബന്ധനസ്ഥരാക്കി. അവരെ പട്ടിണിക്കിട്ടു, ഭക്ഷണം കൊടുത്തില്ല. ഹിറക്കൽ പറഞ്ഞു, നിങ്ങൾ അവർക്ക് പന്നിമാംസവും മദ്യവും കൊടുക്കണം. വിശന്നു പരവശരായ, ഇനിയൊന്നും കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന ഘട്ടത്തിലെത്തിയ നിർബന്ധിത ഘട്ടത്തിൽ പന്നിമാംസവും മദ്യവും ഹലാലായ ഒരു ഘട്ടത്തിൽ പോലും അവരത് കുടിക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഹിറക്കലിന്റെ ആളുകൾ പറഞ്ഞു, ഇവർക്ക് എന്തെങ്കിലും കൊടുത്തില്ല എങ്കിൽ ഇവരിപ്പോൾ മരിച്ചു പോകും. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ സാധാരണ ഭക്ഷണം കൊടുക്കും. അങ്ങനെ നല്ല സാധാരണ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞ ഹലാലായ ഭക്ഷണം കൊടുത്തപ്പോൾ അത് കഴിച്ചു. അതിനുശേഷം ഹിറക്കൽ പറഞ്ഞു, നമ്മൾ അവരെ പീഡിപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചു, ഇനി പ്രലോഭിപ്പിച്ചുകൊണ്ട് പരീക്ഷിച്ചു നോക്കൂ. നല്ല നർത്തകികളായ സ്ത്രീകളെ കൊണ്ടുവന്ന് ഇവരുടെ പരിസരത്തു നിന്ന് നൃത്തം ചെയ്യിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് നോക്കിയില്ല, ശ്രദ്ധിച്ചതേയില്ല. അവസാനം ഒരു നിലക്കും പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ
ഹിറക്കിൽ പറഞ്ഞു, താങ്കൾ എന്റെ തലയൊന്ന് ചുംബിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളെ വിട്ടേക്കാം. അഭിമാനബോധത്തോടെ അവർ പറഞ്ഞു, ഇല്ല, നിന്റെ അവിശ്വാസത്തെ ചുംബിക്കാൻ എനിക്ക് കഴിയുകയില്ല. ഹിറക്കൽ പറഞ്ഞു, നിന്നെയും നിന്റെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും വെറുതെ വിടും, എന്റെ തലയൊന്ന് ചുംബിച്ചാൽ. തന്റെ കൂടെയുള്ളവരുടെ ജീവന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹിറക്കലിന്റെ തല പിടിച്ച് ചുംബിച്ച് മദീനയിലേക്ക് തിരിച്ചു വരുന്നു സയ്യിദന അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ അസ്സഹ്മി റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകൊണ്ട് തല ചുംബിക്കുന്നു. ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ അൻ യുഖബ്ബില റഅസ് അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ. അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫയുടെ തല എല്ലാവരും ചുംബിക്കണം എന്ന് പറഞ്ഞ് ആദരിച്ചു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിച്ചു, എന്തേ? വിശന്നു പരവശനായി ജീവൻ നഷ്ടപ്പെടും എന്ന് കാണുന്ന ഘട്ടത്തിൽ പന്നിമാംസമാണ് മുന്നിലുള്ളതെങ്കിൽ ഭക്ഷിക്കാമല്ലോ, എന്തുകൊണ്ട് താങ്കൾ ആ സമയത്ത് ഭക്ഷിച്ചില്ല? കുടിക്കാൻ ഒന്നും തരാതെ കള്ള് മാത്രം തന്നാൽ ആ സമയത്തെങ്കിലും അത് കുടിക്കാമല്ലോ. എന്താണ് അവർ പറഞ്ഞത്? വല്ലാഹി യാ അമീറൽ മുഅ്മിനീൻ, വല്ലാഹി യാ അമീറൽ മുഅ്മിനീൻ, ലഖദ് അലിംതു അന്ന ദാലിക മൗസൂഅൻ ലീ വലാകിന്നി കരിഹ്തു അൻ യശ്അസ ബിൽ ഇസ്ലാമി വ അഹ്ലിഹി. എനിക്കത് വിശാലമാണ്, എനിക്കത് കഴിക്കാൻ പറ്റും എന്നെനിക്കറിയാം, പക്ഷേ എന്റെ കാരണം കൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ മോശമായി കാണുന്ന ഒരവസ്ഥയുണ്ടാകരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെ ജീവിച്ച വിശുദ്ധ സ്വഹാബത്തിന്റെ താബിഈകളുടെ തബഉ താബിഈകളുടെ ഈ വിശുദ്ധ മതത്തെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് ജീവത്യാഗം വരിച്ചിട്ടുള്ള മഹാന്മാർ, അവരെ ലോകം ഉയർത്തി കാണുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. മഹത്തുക്കളുടെ മഖ്ബറകൾ, കുഞ്ഞുമരക്കാർ ഷഹീദ് അവരുടെ മഖാമുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. കേരളത്തിൽ 9 സ്ഥലത്താണ് അവരുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ മഖ്ബറകൾ ഉള്ളത്. മഖ്ബറകളിലേക്ക് ആരാധിക്കാൻ വേണ്ടി പോകുന്നവർ, അവിടെ നിസ്കരിക്കാനും ഖുർആൻ ഓതാനും അതുപോലെ മറ്റ് ഇബാദത്തുകൾ എടുക്കാൻ വേണ്ടി പോകുന്നവർ, അവരാരും ഖബറിനെ പൂജിക്കുന്നില്ല. ഖബറിനെ പൂജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാം മുസ്ലിമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഖബറിനെ ആരെങ്കിലും പൂജിക്കുന്നുണ്ടോ? ചരിത്ര സ്മാരകങ്ങളാണ്. കേരളത്തിന്റെ തീരപ്രദേശത്തുകൂടെ നടക്കുന്ന മക്കൾ ചോദിക്കണം, ഇതെന്താണ് ഈ കെട്ടിടം, ഇവിടെ ആരാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ പറയും, ഇത് വലിയൊരു ചരിത്ര പുരുഷന്റേതാണ്. അവർ പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ ആളാണ്, അവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത ആളാണ്, അവർ ഈ നാട്ടിൽ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ച ആളാണ്, അവർ ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ആളാണ്. ഇങ്ങനെ ചരിത്രം സ്മരിക്കപ്പെടണമെങ്കിൽ അവർക്ക് ഉയർത്തപ്പെടുന്ന, അവരെ സ്മരിക്കുന്ന സ്മാരകങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഇവിടെ ഉയർത്തപ്പെട്ട സ്മാരകങ്ങളുള്ള ആളുകളെ, സ്വഹാബികളെയും സ്വഹാബാനന്തര സ്വഹാബത്താനന്തര അയിമ്മത്തുകളെയും സൂഫികളെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതെല്ലാം അവരുടെ ജീവിതത്തിൽ വിശുദ്ധ ദീനിന്റെ മഹത്തായ ദർശനങ്ങൾ ഉയർത്തിപ്പിടിച്ചവർ നടന്നപ്പോൾ അല്ലാഹു തആല അവർക്ക് പ്രത്യേകമായ ആദരവ് നൽകി, അവരെ ഓണർ ചെയ്തു, കറാമത്തുകൾ നൽകി. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളവരാണ്. നാഗൂറിൽ അന്തി ഉറങ്ങുന്ന ഷാഹുൽ ഹമീദ് മീറാൻ അന്നാഹൂരി നോർത്ത് ഇന്ത്യയിലെ മാനിക്കപ്പൂരിൽ നിന്ന് തെക്കോട്ട് നടന്നു വന്ന് കോഴിക്കോട്ട് വന്ന് ക്ലാസ് എടുത്ത് അവിടെ താമസിച്ചു 40 ദിവസം. മുച്ചന്തി പള്ളിയിൽ പൊന്നാനിയിൽ ചെന്ന് പൊന്നാനിയിൽ ദർശനം നടത്തി. അങ്ങനെ തമിഴ്നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ചെന്നു. അവസാനം അങ്ങ് നാഗ്പട്ടണത്തെ രാജാവിന്റെ മകൾക്ക് ചികിത്സ നടത്തി. മരിക്കാൻ കിടക്കുന്ന, വിഷം തീണ്ടി മരിക്കാൻ കിടക്കുന്ന മകളെ ചികിത്സിക്കാൻ ആരുമില്ലെന്ന് രാജകീയമായ എല്ലാ പദവികളും ഉപയോഗിച്ച് അന്വേഷിച്ച് എല്ലാ വിഷങ്കരന്മാരെ കൊണ്ടുവന്നെടുത്ത് പരാജയപ്പെട്ടപ്പോൾ അവിടെ മുസ്ലിം പണ്ഡിതന്റെ വൈദ്യം, അദ്ദേഹത്തിന് അല്ലാഹു നൽകിയിട്ടുള്ള ഓണർ, കറാമത്ത് മുഖേന ചികിത്സിച്ച് സുഖപ്പെടുത്തിയപ്പോൾ ആ നാട് മുഴുവനും അദ്ദേഹത്തിന് നൽകി.
അങ്ങനെ ഇസ്ലാമിക പ്രതാപം ആ നാട്ടിൽ ഉയർന്നു വന്നു. അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലായിടങ്ങളിലും നമുക്ക് പരിശോധിച്ചാൽ പഠനകാലത്ത് ത്യാഗം സഹിക്കുകയും മതം ജീവിതത്തിൽ നിലനിർത്തുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുകയും എന്നാൽ സമൂഹത്തിന്റെ നന്മയ്ക്കും ഗുണത്തിനും വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ള വലിയ മഹത്വക്കളുടേതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ നാം വൈദ്യശാസ്ത്ര മേഖലയിലാണെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലും മറ്റ് നിയമസഹായ മേഖലയിലാണെങ്കിലും മറ്റേത് തലത്തിലുള്ള പ്രൊഫഷണലുകളിൽ ആണ് നാം ഉള്ളതെങ്കിലും നമ്മുടെ പ്രൊഫഷൻ സർവീസാണ്. പ്രൊഫഷൻ ഒരിക്കലും പ്രൊഫഷനാണ് എന്ന് കരുതരുത്. ജീവിതമാർഗത്തിന് വേണ്ടിയുള്ള തൊഴിൽ എന്ന അർത്ഥത്തിൽ പ്രൊഫഷനെ കാണരുത്. ഇത് പ്രൊഫഷണലിസം എന്ന് പറയുന്ന മാനേജ്മെന്റ് മികവുള്ള സെർവൻസ് എന്ന് പറയാൻ നാം തയ്യാറാകണം. സെർവൻസ്. നാം നമ്മെ പറ്റി പറയേണ്ടത് നഹ്നു ഖുദ്ദാമുൽ ഉമ്മ. We are the servants of the society. We are the servants of the nation. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിമാനബോധത്തോടെ നല്ലൊരു മുഅ്മിനായി ജീവിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, പ്രോഫ് സമീറ്റ് നോർത്ത് ഇന്ത്യയിൽ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് प्रोफ समीट वनु दिल्ली के माशाअल्लाह अलीगढ़ मुस्लिम यूनिवर्सिटी से और दीगर यूनिवर्सिटी के हमारी एसएसएफ आगे बढ़ के आज हिंदुस्तान की सर तमाम यूनिवर्सिटियों में कॉलेजों में हमारे झंडा बिछाने की और झंडा ऊंचा उठाने की एक मकाम पे हम पहुंच जाएंगे. തമിഴ്നാട്ടിൽ ഇൻഷാ അല്ലാഹ് തമിഴ്നാട്ടിലെ എസ്എസ്എഫിന് കീഴിൽ കീഴക്കരയിൽ നടക്കുന്ന മർക്കസിന്റെ ക്യാമ്പസിൽ അവിടുത്തെ സദക് എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇസ്ലാമിക് സ്റ്റഡീസിനോടൊപ്പം ബിടെക് പൂർത്തിയായി പഠിക്കാൻ കഴിയുന്ന മെറൈൻ എഞ്ചിനീയറിംഗും എയറോനോട്ടിക്സും മെക്കാട്രോണിക്സ് ഉൾപ്പെടെയുള്ള എല്ലാ പോസ്റ്റ് മോഡേൺ എഞ്ചിനീയറിംഗ് ഉൾപ്പെടുന്ന വലിയ ക്യാമ്പസിന് കീഴിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇസ്ലാം പഠിക്കാൻ സൗകര്യവും അതോടൊപ്പം അവർക്ക് പ്രത്യേകമായ കൺസെഷൻ നൽകിക്കൊണ്ട് സദക് മാനേജ്മെന്റ് നമ്മോട് കൂടെ നിന്നിരിക്കുകയാണ്. അവിടെ എസ്എസ്എഫിന്റെ പ്രോഫ് സമീറ്റ് തമിഴ്നാടിന്റെ പ്രത്യേകമായ ഒരു പ്രോഗ്രാം നടക്കാൻ പോവുകയാണ്. അതിന്റെ ഡേറ്റ് നിങ്ങൾക്കിടയിൽ പറയും. അപ്പൊ നിങ്ങളോട് ബന്ധമുള്ള തമിഴ്നാട്ടിലെ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ നേതൃത്വത്തിന് അറിയിച്ചു കൊടുക്കുകയും ഈ ഒരു മിഷൻ നമുക്ക് ഓരോ വർഷവും നടന്നു വരുന്ന ഈ ഒരു മിഷൻ വലിയ നന്മയിലേക്കുള്ള വളർച്ചയുടെ ഒരു വഴിയായി മാറ്റി സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായി അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.